Happy Land presents വലിയ പെരുന്നാൾ 2024. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. Powered by Cubes International Group. Co-powered by Pochil Jewelry. Co-presents Ahilya School of Engineering and Technology. This program is brought to you by Happy Gold. സത്യത്തിൻ്റെ മാർഗത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കരയിച്ചവർ ഒരിക്കൽ നിങ്ങളെ ഓർത്ത് കരഞ്ഞിരിക്കും. നബിയുടെ ഈ വചനവുമായി ഇന്നത്തെ വലിയ പെരുന്നാൾ 2024 നമുക്ക് ആരംഭിക്കാം. എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ചെങ്ങന്നൂരുള്ള സുനിൽ സി തോമസ് സാറിൻ്റെ വീട്ടിലാണ്. അദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് UAEയിൽ തൻ്റേതായിട്ടുള്ള സാമ്രാജ്യം കെട്ടിപ്പടുത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. മാത്രമല്ല സ്വന്തമായിട്ട് നമ്മളുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള കുറച്ച് ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ ഉണ്ട്. സോ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അറിയാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജേർണി എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ വരും. വെൽക്കം സർ. താങ്ക് യു സാർ. എന്തായാലും ജീവിതത്തിൻ്റെ ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ താണ്ടിയാണ് UAEയിൽ ചെന്ന് സാറിൻ്റേതായിട്ടുള്ള ഒരു ഇടം കെട്ടിപ്പൊക്കിയതൊക്കെ തന്നെ. സോ ആ ഒരു അനുഭവം എന്തൊക്കെയാണ്, ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത് എന്നുള്ള ആ ഒരു ജേർണി നമ്മളുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ? ഞാൻ ചെങ്ങന്നൂർ നിവാസിയാണ്. ചെങ്ങന്നൂരിൻ്റെ അടുത്ത് ഒരു ചെറിയ ഗ്രാമമാണ്, പഞ്ചായത്താണ് പുലിയൂർ ഗ്രാമപഞ്ചായത്ത്. അതിൻ്റെ അകത്തെ ഒരു നിവാസിയായിരുന്നു ഞാൻ. ഏതാണ്ട് 1973 സെപ്റ്റംബർ 25-ാം തീയതിയാണ് എൻ്റെ ജനനം. എൻ്റെ അപ്പനും അമ്മയും, അപ്പൻ ഒരു സാധാ കർഷകൻ വിത്ത് ഡ്രൈവറായിരുന്നു, അമ്മ ഹൗസ് വൈഫായിരുന്നു. ഞാൻ പമ്പ കോളേജ് മാന്നാർ, എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം. ആ കോളേജ് BA എക്കണോമിക്സിന് 1 ഇയർ പോയി. അങ്ങനെ അവിടെ 1 ഇയർ പൂർത്തീകരിക്കുമ്പോഴത്തേന് ഫാദറിന് വീണ്ടും കടബാധ്യതകളും പ്രാരാബ്ധവും കാര്യങ്ങളുമായിട്ട് എന്നെ പഠിപ്പിക്കാൻ ഒരു നിർവാഹമില്ലാതെ മുമ്പോട്ട് പോകേണ്ടി വന്നു. ആ സമയത്ത് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ട് എൻ്റെ ഒരു കസിൻ ബ്രദറ് ഇവിടേക്ക് കടന്നു വരികയാണ്. അവധിക്ക് വന്നതാണ്. അവരെ കസിൻ ബ്രദറും വൈഫും സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. അങ്ങനെ അവരുടെ കൂടെ ഞാൻ പോവുകയും അവിടെ തന്നെ DAB കോളേജ് എന്ന് പറയുന്ന ഒരു വലിയ കോളേജ്, UPയിലെ ഏറ്റവും വലിയ കോളേജ്, ഐ തിങ്ക് സ്വാമി വിവേകാനന്ദനാൽ നിർമ്മിതമായ കോളേജ്. ഗ്രാജുവേഷന് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ദിവസം ഒരു ടെലിഗ്രാം ഐ തിങ്ക് വരിക, അമ്മ ഈ സീരിയസ്, കം ഫാസ്റ്റ്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ തന്നെ അവിടെ എൻ്റെ കസിനോട് ധരിപ്പിക്കുകയും ഞങ്ങൾ അവിടുന്ന് ഉടനെ തന്നെ ഞാൻ വരികയും, എൻ്റെ പൈസ ഒന്നുമില്ല, കസിൻ്റെ നിന്ന് കടം വാങ്ങിച്ചിട്ട് വരികയും ഇവിടെ വന്നപ്പോൾ അമ്മയ്ക്ക് യാതൊരു കുഴപ്പമില്ല. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ട്യൂഷൻ പഠിപ്പിക്കുവാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കി. പക്ഷേ നമുക്ക് കിട്ടുന്ന 50 രൂപ 100 രൂപ പലയിടത്തും, എല്ലായിടത്തും സാറേ എന്നുള്ള വിളി കേൾക്കും. പക്ഷേ അതുകൊണ്ട് നമ്മുടെ ജീവിതമാകുന്നില്ലെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ദിവസം എൻ്റെ ബ്രദറിനോട് പറഞ്ഞു, നമുക്ക് രണ്ടുപേർ കൂടെ ഒരു കാര്യം ചെയ്യാം. ഞങ്ങൾ രണ്ടും കൂടെ ഒരു കൊട്ട മീൻ ആദ്യമായിട്ട് എടുത്തു. ആ മീനും കൊണ്ട് നടന്ന് വിൽപ്പന നടത്തി. വൈകുന്നേരം ആയപ്പോഴത്തേന് ഏതാണ്ട് 10,500 രൂപ പോക്കറ്റില്ല. ഇന്നത്തെ 1500 അല്ല, അന്നത്തെ 1500. പിന്നെ ഞാനോർത്ത് ഇതൊരു വലിയ ട്രേഡ് മാർക്കറ്റാണല്ലോ എന്ന് പറഞ്ഞിട്ട് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് അപ്പോൾ വീണ്ടും എൻ്റെ അച്ഛൻ്റെ ഏറ്റവും സ്നേഹിതൻ, വലിയൊരു സാമ്പത്തികമായിട്ട് വളരെ ഉച്ച ശ്രേണിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പുള്ളിയും UAE ബേസാണ്. പുള്ളിക്കാരൻ ഇത് കണ്ടിട്ട് ഒരിക്കലും സഹിക്കാൻ പറ്റിയിട്ടില്ല. പുള്ളി ഇതറിഞ്ഞു. 2 ദിവസത്തിനകം എനിക്കൊരു വീസ കൊണ്ട് വന്നിട്ട് എൻ്റെ അമ്മച്ചി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കുകയും എന്നെ വിളിച്ച് ശകാരിക്കുകയും ഇന്ന് തന്നെ കയറിപ്പോകാൻ പറയുകയും ചെയ്തു. അങ്ങനെ 1996 ഞാൻ UAEയിലേക്ക് കടന്നുപോയി. ആദ്യമൊക്കെ അക്കൗണ്ട് അസിസ്റ്റൻ്റ് എന്നുള്ള പോസ്റ്റിലേക്കായിരുന്നു എന്നെ കൊണ്ടുപോയത്. അന്ന് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കമ്പനിയിൽ നിന്ന് പ്രിൻ്റ് ചെയ്ത വകയിൽ ഒരു 65,000 രൂപ തരാനുണ്ടായിരുന്നു. തൃശ്ശൂരുകാരനായിരുന്നു. പുള്ളി പറഞ്ഞു, സുനിൽ ഭായി, എൻ്റെ ആകെ കുറച്ച് മിഷനറി ഉണ്ട്, അത് നീ വേണമെങ്കിൽ എടുത്തു. ഞാൻ എൻ്റെ മുതലാളിയോട് ചോദിച്ചു. മുതലാളി പറഞ്ഞു, ഞാൻ ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നീ എനിക്ക് പൈസ തരുക. അങ്ങനെ ഞാൻ എല്ലാ മാസവും മുതലാളിക്ക് ഈ പൈസ
ഷെയർ ചെയ്ത് കൊടുത്തു. എൻ്റെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്ത് 50% ആയി സാലറിയിൽ നിന്ന്. ഇങ്ങനെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഈ സാധനം കൊണ്ടുവന്നിട്ട് വേറെ എൻ്റെ ഒരു സുഹൃത്ത്, ഷാർജയിലുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഗോഡൗണിൽ കൊണ്ടുവന്ന് ചുമ്മാതിട്ടു. പക്ഷേ അന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് പിന്നെ ഞാൻ സ്റ്റഡി ചെയ്ത് ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ അതായിരുന്നു ഷാർജയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ഐഡിയൽ സൺ അല്ലെങ്കിൽ ഐഡിയൽ ഗ്രാഫിക്സ് എന്ന പ്രസ്ഥാനം ഷാർജയിൽ ആരംഭിക്കുന്നത്. അങ്ങനെ ഒരു യൂണിറ്റായി ഐഡിയൽ ഗ്രാഫിക്സ്. സെക്കൻഡ് യൂണിറ്റ് ഞങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് ഞങ്ങൾക്ക് ഒരു പ്രിൻറ്റിംഗ് പ്രസ് വേണം. അൽബാസിൽ പ്രിൻറ്റിംഗ് പ്രസ് LLC എന്ന് പറഞ്ഞൊരു കമ്പനി ഞങ്ങൾ ബൈ ചെയ്തു. അവിടുന്ന് പിന്നെ ഞാൻ വേറെ ഒരു യൂണിറ്റ് തന്നെ തുടങ്ങി, അൽബസ്മ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞത്. അത് സെയിം നമ്മുടെ ഐഡിയൽ ഗ്രാഫിക്സിൻ്റെ ഒരു സിസ്റ്റർ കൺസേണ്. അവിടുന്ന് പിന്നെ അൾറോള ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ ഒരു ഫേമിനെ അത് 1970-ലോ 75-ലോ എങ്ങാണ്ട് രൂപീകരിച്ച ഒരു കമ്പനിയാണ്. ആ ലൈസൻസിൻ്റെ പേര് ഞാൻ പർച്ചേസ് ചെയ്തു, വലിയ എമൗണ്ടൊക്കെ കൊടുത്തു. പക്ഷേ കസ്റ്റമറോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ അൾറോള ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി കൂടായി. അവസാനമായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറുമ്പോൾ എനിക്ക് ദുബായ് 2020 ജോബ്സ് കിട്ടുക. ദുബായ് 2020 അറിയാമല്ലോ, വേൾഡിലെ ഏറ്റവും വലിയ എക്സിബിഷനായിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് എനിക്ക് അവസരങ്ങൾ ലഭിക്കുകയും ഞാനത് ചെയ്യുകയും അതിൻ്റെ അച്ചീവ്മെൻറ്റ്സും എനിക്ക് ലഭിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഈ ശാരീരികമായിട്ട് ഞാൻ ഈ കോവിഡിന് ശേഷം വളരെയേറെ വീക്കായിപ്പോയി. ഏകദേശം 15 കിലോ എൻ്റെ വെയിറ്റ് തന്നെ ലോസായി. അങ്ങനെ എനിക്കിപ്പോൾ UAE തുടർന്ന് ജോലി ചെയ്യുവാനുള്ള ഒരു അവസ്ഥയിലല്ല. അപ്പം ഞാനിപ്പം വൈഫിനെയും മോനെയും കൂടെ കമ്പനി ഏൽപ്പിച്ചുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ UAE പോവുക. ഇവിടെ നമുക്ക് ചെറുകിട മേഖലയിൽ നല്ല ഗ്രോത്ത് ഉള്ളൊരു സ്ഥലമാണ്. ചെറുകിട വ്യവസായങ്ങൾ നമ്മൾ ലാർജ് സ്കെയിലിൽ തുടങ്ങരുത്. ഈവൻ സ്മോൾ തട്ടുകട, ദേ ആർ ഓൺലി സ്പെൻഡിങ് I think ഒരു 5,000 rupees ഉണ്ടെങ്കിൽ ഒരു തട്ടുകട ഓപ്പൺ ചെയ്യാം. പക്ഷെ നല്ലോണം മേഖലത്ത് ചെയ്യുവാണെങ്കിൽ, നല്ലോണം അവിടെ ജോലി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ദിവസം വി ക്യാൻ ഏൺ 5,000. അപ്പം ഞാൻ ഓർക്കുന്നത് ഇങ്ങനത്തെ ചെറിയ സ്ഥാപനങ്ങളായിട്ട് ഒരു 5-8 സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് ഇതിനെല്ലാം ഒന്ന് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നിൽക്കുക എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പോൾ എന്തായാലും വിഷിങ് യു ഓൾ ദ വെരി ബെസ്റ്റ്. എന്നെയും സാറിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസിനൊക്കെ വേണ്ടിയിട്ടും ഒത്തിരി ആശംസകൾ നേരുന്നു. എന്തായാലും നമ്മളുടെ കൂടെ ഇത്രയും നേരം ഇരുന്നതിന് താങ്ക് യു സോ മച്ച്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. Ahalya, Kerala's largest EduHealth campus, offers various UG and PG courses. Ahalya, a place for quality learning. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ക്യൂബ്സ് ഇൻ്റർനാഷണലിൻ്റെയും വലിയ പെരുന്നാൾ ആശംസകൾ. താങ്ക് യു വെരി മച്ച്. ത്യാഗത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശവുമായി വീണ്ടും ഒരു ബലിപ്പെരുന്നാൾ കൂടി. എല്ലാവർക്കും കോമ്പസ് ഗ്ലോബൽ ഹോൾഡിംഗ് ഗ്രൂപ്പിൻ്റെയും എൻ്റെയും ബലിപ്പെരുന്നാൾ ആശംസകൾ. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സന്ദേശവുമായി മറ്റൊരു ബലിപെരുന്നാൾ നമ്മുടെ മുന്നിലെത്തുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ജാം ഹോം പ്രോപ്പർട്ടീസിൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ. താങ്ക് യു. ത്യാഗത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയുമായ ബലിപെരുന്നാളിൻ്റെ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാവർക്കും ഐഡിയൽ സൺ ഗ്രൂപ്പിൻ്റെ പേരിലുള്ള ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശമായി വീണ്ടും ഒരു ബലിപെരുന്നാൾ വരികയാണ്. ഏവർക്കും സ്മൈൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ. നമസ്കാരം, ഞാൻ ഷാജി ഷംസുദ്ദീൻ, അലി മെഡിക്കൽ സെൻറ്റർ, ദൈറ, ദുബായ്. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മറ്റൊരു ബലിപെരുന്നാൾ കൂടി കടന്നു വരികയാണ്. എൻ്റെയും അലി മെഡിക്കൽ സെൻ്ററിൻ്റെയും സിറ്റി റിലീഫ് എക്സ്പ്രസ് ക്ലിനിക്കിൻ്റെയും സിറ്റി റിലീഫ് ഫാർമസിയുടെയും ബലിപെരുന്നാൾ ആശംസകൾ. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാപ്പി ഗോൾഡ് പെരുന്നാൾ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ആലപ്പുഴയിലുള്ള ചേർത്തലയിലുള്ള ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ്. പെരുന്നാൾ അനുബന്ധിച്ച് കുറേയേറെ കളക്ഷൻസ് ആണ് നമുക്ക് ഇന്ന് ഇവിടെ കാണാൻ വേണ്ടിയിട്ടുള്ളത്. സോ അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം.
ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് മോതിരങ്ങളുടെ കളക്ഷനാണ്. അപ്പോൾ റിങ്സ് എന്ന് പറയുന്നത് എന്തായാലും പെമ്പിള്ളാരുടെ ഒരു വീക്ക്നെസ് ആണല്ലേ. സോ തീർച്ചയായിട്ടും കുറഞ്ഞ റേറ്റിൽ കുറഞ്ഞ ഗ്രാംസിലൊക്കെ തന്നെ ലൈറ്റ് വെയ്റ്റിൽ തന്നെ നമുക്ക് നല്ല റിങ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ. സോ അങ്ങനെ കുറച്ച് കളക്ഷനാണ് ഇനി കാണിക്കാൻ പോകുന്നത്. നമ്മളുടെ ചേർത്തലയിലെ ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിങ്സിൻ്റെ കളക്ഷനാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. സോ അപ്പം നമുക്കിവിടെ സ്റ്റാർട്ടിങ് വരുന്നത് 300 മില്ലി തൊട്ടുള്ള റിങ്സ് ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതിൽ കുറഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പം നമ്മളുടെ കളക്ഷനിൽ 300 മില്ലി തൊട്ടുള്ളതാണ് അവൈലബിൾ. സോ അതാണ് ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സോ ബാക്കി ഡീറ്റെയിൽസ് നമ്മുടെ ചേട്ടൻ പറഞ്ഞുതരും. നമുക്ക് 250 മില്ലി തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് കേട്ടോ. 300 മില്ലി അല്ല, 250 മില്ലി തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. ഇത് 280 അല്ലേ? 250 മില്ലി തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഓരോന്നിൻ്റെയും എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞുതരാം. ഓരോരുത്തരുടെ ഓരോ ബഡ്ജറ്റ് അനുസരിച്ചാണെങ്കിലും ഇപ്പം നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്നതാണെങ്കിലും ഈ 300-500 മില്ലി വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. പക്ഷെ അതിൽ പൊലിമ കൂടുമ്പോൾ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതല്ലാതെ കമ്പി മോഡലായിട്ടുള്ള ആ മോഡലിനൊന്നും ഒരു പ്രശ്നവും വരുന്നില്ല. അതെ, ഈ കല്ലൊക്കെ വെച്ചതാണെങ്കിലും നമ്മൾ ആ ഒരു കുറഞ്ഞ ഇതിൽ കൊടുക്കും. അതെ അതെ, ഇപ്പോൾ ആ കല്ലുള്ളത് തന്നെയാണെങ്കിൽ 1 ഗ്രാം സംതിങ് വരുന്നുള്ളൂ. 210 അല്ലേ? അതെ, ആ ഒരു റേഞ്ചിലേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, അതായത് കൊച്ചു കുട്ടികൾക്ക് തൊട്ടുള്ള കളക്ഷൻ നമുക്കിവിടെ ഉണ്ട്. സോ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഡെയിലി യൂസിന് പറ്റുന്ന രീതിയിലുള്ള ആ ഒരു മോഡലിലാണ് ചെയ്തേക്കുന്നതൊക്കെ തന്നെ. എന്നിട്ട് നല്ല വെയിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. സോ അപ്പോൾ കുറച്ച് കളക്ഷൻസ് ആണ് ഇത്. അപ്പോൾ ഇതൊന്ന് കണ്ടോളൂ കേട്ടോ. സോ അതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മുടെ സൂഫി അല്ലേ, സൂഫിയുടെ ഇത് എത്രയാണ് വരുന്നത്? അതിൻ്റെ വെയിറ്റ് വരുന്നത് 2420 ആണ്. പക്ഷെ വെയിറ്റ് അതിൽ ലെസ്സും ഉണ്ട്. അതെ അതെ, പിന്നെ അത് മാത്രമല്ല നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. അതെ, ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്ന. അതെ, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് സാധാരണ പണ്ട് തൊട്ട് നമ്മൾ കാണുന്ന കുറച്ച് മോഡൽസ് ഉണ്ട്. അതുപോലെ തന്നെ പുതിയതായിട്ട് കല്ലൊക്കെ വെച്ചിട്ട് മോൾഡ് ചെയ്തേക്കുന്ന റിങ് ഉണ്ട്. സോ എന്തായാലും കുറച്ച് വെയിറ്റ് വരുന്ന ടൈപ്പാണ് തോന്നുന്നത് അല്ലേ? കുറച്ച് പൊലിമയുണ്ട് അല്ലേ ഇതിന്? വെയിറ്റ് വരുന്നതുകൊണ്ട് വെയിറ്റ് കുറഞ്ഞതുകൊണ്ട് ഒക്കെ വെയിറ്റ് വരുന്നത് 2 ഗ്രാമിലൊക്കെ വരുന്ന ഐറ്റംസ് ആണെങ്കിൽ അങ്ങനെ നോക്കാം. അതെല്ലാം 1 ഗ്രാമേ വരുന്നുള്ളൂ. 1 ഗ്രാം ആണെങ്കിലും അത്യാവശ്യം നല്ല പൊലിമയിലാണ്. 960 മില്ലി. 960 മില്ലി ഇതേ ഉള്ളൂ. പേരെന്തായിരുന്നു? ശിവദാസൻ. ഓക്കെ, അപ്പോൾ എവിടെ വീട്? ഇവിടെ തന്നെയാണോ? ചേർത്തല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനെ പറ്റി എങ്ങനെയാണ് അറിയുന്നത്? നല്ല അഭിപ്രായമാണ്, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈറ്റ് വെയിറ്റ് ഗോൾഡിന്റെ കളക്ഷൻസ് ഒക്കെ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് ബാക്കിയുള്ള കടകളിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ? എന്താണ് നല്ല അഭിപ്രായമുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ഹലോ, പേരെന്തായിരുന്നു? എൻ്റെ പേര് ഐഷ. ഓക്കെ, ഇവിടെ തന്നെയാണോ വീട്? ഇവിടെയല്ല, എൻ്റെ വീട് എറണാകുളം ജില്ലയിൽ കാഞ്ഞിരമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടുന്ന് ഇവിടെ വരെ വന്നേക്കാണ്. എങ്ങനെയാണ് നമ്മളുടെ ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനെ പറ്റി അറിഞ്ഞത്? ഹാപ്പി ഗോൾഡിനെ കുറിച്ച് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. അവരെല്ലാവരും സ്വർണം മേടിച്ചത് ഇവിടെ നിന്നാണ്. നല്ല പൊലിമയുള്ള സ്വർണം, പക്ഷേ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. പിന്നെ എനിക്ക് നല്ല ഫേമസായ ജുവല്ലറികളിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചപ്പോൾ ഉണ്ടായ കുറച്ച് ധനനഷ്ടമൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്താണ് ഞാൻ ഇവിടെ വന്നത്. എൻ്റെ സുഹൃത്തുക്കളുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്താണ് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് സന്തോഷകരമായ ഒരവസ്ഥയാണ് വിലയെല്ലാം കേട്ടപ്പോൾ ഉണ്ടായത്. കാരണം സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന വില, പിന്നെ പൊലിമയുള്ള ആഭരണങ്ങൾ, അങ്ങനെയെല്ലാം നോക്കുമ്പോഴത്തേക്കും വളരെ നല്ലൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഓക്കെ, അപ്പം നമ്മളുടെ ഇപ്പോഴത്തെ പർച്ചേസ് എൻഗേജ്മെന്റ് പർച്ചേസ് ആണല്ലേ? എൻഗേജ്മെന്റിനാണ്, വിവാഹത്തിനല്ല, ഒരു ചടങ്ങിനാണ്, എൻഗേജ്മെന്റ് ഉറപ്പിക്കൽ ചടങ്ങിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പം നോക്കിയപ്പോൾ എങ്ങനെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫേമസ് ആയിട്ട് ഇവിടെ ഉള്ളത്. സോ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? എന്താണ് ഡീറ്റെയിൽസ് ഒക്കെ? എനിക്കിഷ്ടം. എൻ്റെ മോള് അഡ്വക്കേറ്റ് ആണ്. അവൾക്ക് കുറച്ച് അവളുടേതായ കൊല്ല തീരുമാനങ്ങളുള്ള സ്വർണ്ണത്തിനോട് അങ്ങനെ ഇഷ്ടമില്ലാത്ത കൂട്ടത്തിലാണ്. പക്ഷേ അവളുടെ അഭിപ്രായം കൂടി ഉണ്ടായിരുന്നു എനിക്ക് ഹാപ്പി ഗോൾഡ് എടുത്താൽ. അവളുടെ സുഹൃത്തുക്കളും കൂടി പറഞ്ഞിൽ കൂടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അവളുടെ തീരുമാനം അനുസരിച്ച് ലൈറ്റ് വെയിറ്റ് ജ്വല്ലേഴ്സ് എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, സെലക്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പർച്ചേസിംഗ് ഒക്കെ നടക്കട്ടെ. എന്തായാലും താങ്ക് യു സോ മച്ച് കേട്ടോ. ഇന്നത്തെ ഹാപ്പി ഗോൾഡ് പെരുന്നാൾ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറേ കളക്ഷൻസ് നമ്മളിവിടെ കണ്ടല്ലേ. സോ എല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിരുന്നു. സോ ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. സോ താങ്ക് യു സോ മച്ച് എവരിവൺ. ബൈ.
ഹായ് ഹലോ നമസ്കാരം. സ്മൈൽ ഹൈപ്പർ മാർക്കറ്റ് ബലിപെരുന്നാൾ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സ്മൈൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മാനേജിംഗ് പാർട്ട്നേഴ്സായ രാജീവ് സാർ ആൻഡ് നൗഷാദ് സാർ. ഇവർ രണ്ടുപേരാണ്. ശരിക്കും ഞാനിവിടെ വന്നപ്പോൾ ഭയങ്കര അമ്പരന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതൊക്കെയെന്ന് പറയുമ്പോൾ എപ്പോഴും പെട്ടെന്ന് ചീഞ്ഞു പോകുന്നൊരു സാധനങ്ങളാണ്. അപ്പം അതിനെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ഫ്രഷ് സംഗതികൾ കസ്റ്റമറിലേക്ക് എങ്ങനെയാണ് അത് എത്തിക്കാൻ സാധിക്കും? ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾ എന്ന് വെച്ചാൽ മെയിൻലി എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടുതലും ഡയറക്റ്റ് പർച്ചേസിങ് ആണ്. ഡെയിലി നമ്മളെ വണ്ടി മൈസൂറും പോയിട്ടും അല്ലെങ്കിൽ ചിക്ക്മാംഗ്ലൂർ എല്ലായിടത്തും പോയിട്ട് ഡയറക്റ്റ് പർച്ചേസ് ഉണ്ട്. അതുപോലെ തന്നെ ലോക്കൽ കണ്ണൂർ മാർക്കറ്റ് പർച്ചേസ് എവിടെയാണോ നല്ല ഫ്രഷ് പ്രൊഡക്റ്റ് കിട്ടുകയാണോ അതാണ് നമ്മൾ മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതും പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ സ്പെഷ്യലി പ്രൈസ്. വെജിറ്റബിൾ മാർക്കറ്റിൽ എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഭയങ്കര പ്രൈസ് കോമ്പറ്റീഷൻ, ഡെയിലി പ്രൈസ് ചെയ്യും. ഇപ്പോൾ എന്ന് വെച്ചാൽ മാർക്കറ്റിൽ പ്രൈസ് വെജിറ്റബിളൊക്കെ കൂടി വരുന്നൊരു ടൈമാണ്. ഈ സമയത്തും സ്മൈലിൽ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഒരു ആവറേജ് നമ്മൾ പ്രൈസ് മേക്കപ്പ് ചെയ്തിട്ടാണ് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് കൊണ്ടുപോകാം. നമുക്കതൊരു ബൾക്ക് പർച്ചേസിങ്, അതാണ് ബൾക്ക് പർച്ചേസാണ് മെയിനായിട്ട് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ 4 ഔട്ട്ലെറ്റ് ഉണ്ട്. എല്ലാം കൂടി ബൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കസ്റ്റമേഴ്സിന് ഉണ്ടാവും. അപ്പോൾ ശരിക്കും എന്താണ് ഇത് ഫ്യൂച്ചർ, ഏത് രീതിയിലേക്ക് ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഫ്യൂച്ചറിൽ ഒന്നും കൂടിയും ഈ വെജിറ്റബിളും ഇതൊക്കെ എന്ന് വെച്ചാൽ ഒന്നും കൂടി നമ്മൾ ഡിസ്പ്ലേ മെയിൻറ്റെയിനിങ് ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യാനും ഇനി നെക്സ്റ്റ് മന്ത് നമ്മളുടെ ഒരു ഔട്ട്ലെറ്റും കൂടി ഓപ്പൺ ചെയ്യേണ്ട പ്ലാൻ ഉണ്ട്. കക്കാട് ഒരു ഹൈപ്പർ മാർക്കറ്റും കൂടി വരുന്നുണ്ട് ചെയ്യാൻ. അതുപോലെ നമ്മളെല്ലാ പാർട്ട്ണർമാരായാലും എല്ലാവരും ഒരു ടീം വർക്കാണ്. അതുപോലെ തന്നെയാണ് സ്റ്റാഫും ആ ഒരു ടീം വർക്കിൽ തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതുപോലെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക്, അത് നമുക്ക് മെയിനായിട്ട് കസ്റ്റമേഴ്സാണ് കിങ്. അതെ, എന്നാൽ ആ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കാണ് നമ്മളൊന്നും കൂടി എന്ത് കസ്റ്റമേഴ്സ് സജസ്റ്റ് ചെയ്താലും അത് പ്രോഡക്റ്റ് എന്തെങ്കിലും ഒരു ഷോർട്ട് ഉണ്ടെങ്കിൽ അത് അവൈലബിലിറ്റി എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാമെന്നാണ് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ എല്ലാവരുടെയും ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും ഭാവിയിൽ ഫ്രാഞ്ചൈസീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നെക്സ്റ്റ് മന്ത് നമ്മൾ കക്കാട് ഒരു ഹൈപ്പർ മാർക്കറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു ഫ്യൂച്ചർ ഒരു പ്ലാൻ ഉണ്ട്. നമ്മളൊരു റെഡിമെയ്ഡും കൂടി ഫാഷൻ കൂടി നമ്മളൊന്ന്, അതായത് ഫാഷൻ ലോകത്തേക്ക് കൂടെ ഒന്നും കൂടി കാലുവെക്കാനുള്ള ഒരു ഇതും കൂടി. അത് ബേസിക് കണ്ണൂർ തന്നെ ആയിരിക്കും? ആ ബേസിക് ഇപ്പം കണ്ണൂർ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഫ്യൂച്ചർ പുതിയ സംരംഭങ്ങൾക്കെല്ലാം ആശംസകൾ അഡ്വാൻസ് ആയിട്ട് അറിയിക്കും. താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് പ്രീതി രമാദേവി. ഓക്കെ. അപ്പോൾ എത്ര നാളായിട്ട് ഇവിടുത്തെ കസ്റ്റമറാണ്? ഇവിടെ ഇത് തുടങ്ങിയപ്പോൾ മുതൽ ഇവിടെ നിന്ന് സാധനം വാങ്ങിക്കാറുണ്ട്. ഓക്കെ. എന്താണ് ഇവിടെ ചൂസ് ചെയ്യാനുണ്ടായ ഒരു റീസൺ? നമ്മുടെ വീടിനടുത്ത് പിന്നെ എല്ലാം ഓൾ അണ്ടർ വൺ റൂഫ് എന്ന് പറഞ്ഞതുപോലെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും. ഒരു കൊടക്കീഴിൽ എല്ലാം അവൈലബിൾ ആണ്. പിന്നെ സാധനങ്ങൾ വളരെ ഫ്രഷ് ആണ്. പിന്നെ പച്ചക്കറികളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നത്, ലാഭത്തിൽ കിട്ടാനുണ്ട്. പിന്നെ എങ്ങനെ വിലയുടെ കാര്യം കുഴപ്പമില്ല, അഫോർഡബിൾ ആണ്. സ്റ്റാഫിൻ്റെ ഒക്കെ ഒരു ഇന്ററാക്ഷൻ കാര്യങ്ങൾ കുഴപ്പമില്ല, നല്ലത്. അപ്പോൾ ഇവിടെ ഓരോ അവേഴ്സിലും ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാറുണ്ടോ ഈ ഓഫേഴ്സ് ഒക്കെ? ഉണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു. സ്മൈൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ പെരുന്നാൾ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം. Ahlia, Kerala's largest EduHealth campus, offers various UG and PG courses. Ahlia, a place for quality learning. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും പോച്ചയിൽ ഗോൾഡ് വലിയ പെരുന്നാൾ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് കൊല്ലം കരുനാഗപ്പള്ളിയിലുള്ള പോച്ചയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ്. സോ ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ കുറേ ഗോൾഡിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ കുറേ വെറൈറ്റി കളക്ഷൻസ് ഒക്കെയാണ് കാണാൻ പോകുന്നത്. കാണാം. ഇനി നമ്മളൊരു വെഡ്ഡിങ് സെറ്റ് കാണാൻ പോവാണ്. ഒന്നല്ല 2 വെഡ്ഡിങ് സെറ്റ് കാണാൻ പോവാണ്. ഇത് അത്യാവശ്യം കുറച്ച് വെയിറ്റൊക്കെ വേണം, സ്വർണ്ണത്തിന് കുറച്ചൊന്ന് നല്ല പൊലിമയിലും വേണം, നല്ല വെയിറ്റിലും വേണം എന്നുള്ള ആഗ്രഹമുള്ള നമ്മളുടെ വെഡ്ഡിങ് പാർട്ടീസിനൊക്കെ പറ്റിയതാണ് കേട്ടോ. സോ ഇത് വരുന്നത് എത്രയാണ്? കംപ്ലീറ്റ് ഈ ഒരു സെറ്റ് എത്ര ഗ്രാം അല്ലെങ്കിൽ എത്ര പവനിലാണ് വരുന്നത്? 50 സെറ്റ് 50 പവൻ അല്ലേ? അപ്പോൾ
ഒരു 30 പവൻ സെറ്റിനകത്ത് നമുക്ക് ഇതെല്ലാം ഉൾപ്പെടും. ഇതെല്ലാം ഉൾപ്പെടും. അപ്പോൾ ഇതിനകത്ത് ഈ ഫസ്റ്റ് മാല ഇത് നമ്മളുടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള അല്ലേ? സോ നമ്മൾ ആക്ച്വലി നമ്മളുടെ ആഡ്സിലൊക്കെ കണ്ടിട്ടുള്ള മാലകളാണ്. അൺകട്ട് ടൈപ്പാണ്. എത്രയാണ് വരുന്നത് അതിൻ്റെ? 22 പവനകത്ത്. സോ ഇതാണ് നമ്മളുടെ 22 പവൻ 22 പവൻ്റെ നെക്ലേസ് ആണിത്. ആക്ച്വലി നമ്മളിത് കുറച്ച് ആഡ്സിലൊക്കെ കണ്ടിട്ടുള്ളത് അല്ലേ? കുറച്ച് വെറൈറ്റി ആയിട്ട് അൺകട്ടിൻ്റെ ആണിത്. മാല എന്ത് ടൈപ്പാണ്? അതുപോലെ ഇത് വരുന്നത് ടർക്കിഷ് കളക്ഷനാണ്. അപ്പോൾ എത്ര ഗ്രാം അല്ലെങ്കിൽ എത്ര പവനാണ്? 2.5 പവൻ. 2.5 പവനാണ്. ഓക്കെ, 2.5 പവനിൽ ഒരു ലെയറിൻ്റെ ടർക്കിഷ് കളക്ഷനാണ് ഇത് കേട്ടോ. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്, തിളക്കമൊക്കെ ഉണ്ടായിട്ട് നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും ഇതിനകത്ത് മിക്സ് ആണല്ലേ? ഈ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ടൈപ്പ് ഓഫ് ഓർണമെൻറ്റ്സ്, അതായത് നമ്മുടെ ചെറിയ നെക്ലസ് അതുപോലെ തന്നെ വലിയ നെക്ലസ് ഒക്കെയാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് ഏത് ടൈപ്പ്, ഏത് മോഡലാണിത്? കൽക്കട്ട ടൈപ്പാണ്. സോ ഇപ്പോൾ ഇത് റേഞ്ച് ഏതൊരു വെയിറ്റ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 2 പവൻ 3 പവൻ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയായിരിക്കും വരുന്നത് ഒരു ഏകദേശം? ഒരു പവനടുത്ത് വരും. ഓക്കെ. സോ അപ്പോൾ ഇതാണ് നമ്മളുടെ കൽക്കട്ട മോഡൽ കളക്ഷൻ. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് ബാംഗിൾസ് ആണ്. പല രീതിയിലുള്ള കളക്ഷൻസ്, പല മോഡൽസ് ആണ്. സോ അതുപോലെ തന്നെ ഗ്രാം, വെയിറ്റ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. സോ അത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചേട്ടനോട് ചോദിക്കാൻ പോവാണ്. സോ പേരെന്തായിരുന്നു? നിസാർ. നമ്മൾ നിസാർ ചേട്ടനാണ് നമുക്ക് വേണ്ടി ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത് കേട്ടോ. സോ നമ്മുടെ ബാംഗിൾ കളക്ഷനിൽ പല ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മോഡൽസ് ഇവിടെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് സ്റ്റാർട്ടിങ് വരുന്നത് ഏത് മോഡലാണ്, ഏത് റേറ്റ് ആണ്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? സ്റ്റാർട്ടിങ് 4 ഗ്രാം മുതൽ കേരള ബാംഗിൾസ് വരുന്നത്. കേരള ബാംഗിൾസ് ആണ്. പിന്നെ 3 ഗ്രാമിൻ്റെ ടർക്കിഷ് പോലത്തെ സിംഗപ്പൂർ പോലത്തെ മോഡലുകൾ വരുന്നുണ്ട്. പിന്നെ അതിൽ മുകളിലോട്ട് ഏതാണ്ട് 20 ഗ്രാം 24 ഗ്രാം വരെയുള്ള ബാംഗിൾസ് അത്രയും വരെയാണുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് റേഞ്ചിലുള്ളത് തൊട്ട് നമുക്ക് കണ്ടുവരാം. അപ്പോൾ ഏതാണ് ഏകദേശം ഒരു വെയിറ്റ് കുറഞ്ഞത്? ഏകദേശം ഇതിനകത്ത് ഏതൊക്കെ ആയിരിക്കും? ഇതിനകത്ത് 4 ഗ്രാം മുതൽ ഏകദേശം 3.5 ഗ്രാം ഇതാണ്ട്. ഇത് 5 ഗ്രാമിൻ്റെ, ഇത് 4 ഗ്രാമിൻ്റെ, അങ്ങനെ 8 ഗ്രാം 6 ഗ്രാം എല്ലാ ഐറ്റങ്ങളും ഇതിനകത്തുണ്ട്. ഇത് കേരള മോഡൽ. ഇതിനകത്ത് 6 ഗ്രാം മുതൽ മുകളിലോട്ടുള്ള കളക്ഷൻസ് ആണ്. ഇതും കേരള മോഡലാണ്. ഇതെല്ലാം കേരള മോഡലാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം സിംഗപ്പൂർ ഐറ്റം കളക്ഷൻസ് ആണ്. സ്റ്റാർട്ടിംഗ് ഒക്കെ ഏകദേശം 8 ഗ്രാം മുതലാണ് സ്റ്റാർട്ടിംഗ്. ഇതിനകത്ത് ടർക്കിഷ് ഐറ്റങ്ങളുണ്ട്. ടർക്കിഷ് ഐറ്റങ്ങൾ 12 ഗ്രാം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടർക്കിഷിന്റെ ഏറ്റവും പുതിയ മോഡലുകളാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഈ ഒരു റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും മിക്സ് ആണ് അല്ലേ? മിക്സ് ചെയ്ത് വരുന്നത്. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ എന്നാണ് പറയുന്നത്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കൽക്കട്ട, പാലക്ക ബാംഗിൾ, ആൻറ്റിക് ബാംഗിൾ, ചെട്ടിനാട് ബാംഗിൾ, സിംഗപ്പൂർ ബാംഗിൾ, ടർക്കിഷ് ബാംഗിൾ, എല്ലാ ബാംഗിളും ഇതിനകത്ത് അവൈലബിൾ. ഓക്കെ. അപ്പം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് പൊലിമ തോന്നിക്കുന്ന രീതിയിലുള്ള കളക്ഷനാണ് കേട്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളും തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് നമ്മുടെ മോഡലാണ് ഇത്. സോ ഇത്രയും നേരം നമ്മൾ കണ്ടത് ലേഡീസിന് പറ്റുന്ന കുറച്ച് കളക്ഷൻസ് ആണല്ലേ. ഇനി ജെൻസിനും കൂടെ പറ്റുന്ന കുറച്ച് കളക്ഷൻസ് നമ്മൾ കണ്ടാലോ? അതൊരു രുദ്രാക്ഷത്തിൻ്റെ കൈച്ചേനാണ്. ഇത് സാൻഡലിൻ്റെ കൈച്ചേനാണ്. ഇത് സാൻഡലിൻ്റെ മാലയാണ്. ഇത് രുദ്രാക്ഷത്തിൻ്റെ കൈച്ചേനാണ്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? എത്ര ഗ്രാമിലായിരിക്കും? 4 ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യും. ഇത് 4 ഗ്രാമാണോ? 4 ഗ്രാമാണ്. ഇതെല്ലാം 4 ഗ്രാമാണ്. 4 ഗ്രാം. ഓക്കെ. ഇപ്പോൾ ഈ മാലയാണെങ്കിലോ? മാല 12 ഗ്രാമുണ്ട്, 16 ഗ്രാമുണ്ട്, 10 ഗ്രാമുണ്ട്. അങ്ങനെ വേറെ വേറെ ഗോൾഡിൻ്റെ വെയിറ്റ് ആണ്. അത് രുദ്രാക്ഷം കഴിച്ചിട്ടാണ് ഗോൾഡിൻ്റെ വെയിറ്റ് പറയുന്നത്. ശരി ശരി. ഓക്കെ. അപ്പോൾ ഈ മാലകൾ എന്താണ്? മുത്തുമാലകളാണ്. മണിമാലകൾ. ഓക്കെ. അത് 6 ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യും. 6 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട്, 12 ഉണ്ട്, 16 ഉണ്ട്. അങ്ങനെ സിംഗിൾ ലെയർ ഉണ്ട്, ഡബിൾ ലെയർ ഉണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത് ഡബിൾ ലെയർ ആണ്. ഡബിൾ ലെയർ. അത് ഡബിൾ ലെയർ. എല്ലാം മിക്കതും ഡബിൾ ലെയർ ആണെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പം നമ്മളുടെ രുദ്രാക്ഷത്തിൻ്റെ കളക്ഷൻ കണ്ടു, അതുപോലെ തന്നെ മണിമാലകളുടെ കളക്ഷൻ കണ്ടു. ഇനി നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ചുകൂടെ ഇച്ചിരി ഒന്ന് വെയിറ്റ് കൂടുതലുള്ള ടൈപ്പിലേക്കാണ് കേട്ടോ പോകുന്നത്. സോ ഈ ഒരു ടൈപ്പ് എന്താണ്? നമ്മളുടെ ജെൻസിന് പറ്റുന്ന രീതിയിലുള്ളതുണ്ട്, നമ്മുടെ ലേഡീസിന് പറ്റുന്നതുണ്ട് അല്ലേ? ഉണ്ട്. ഇത് ജെൻസ് മാലയാണ്. യെസ്. അപ്പം നമ്മളുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആവേശം ഫിലിമിൽ നമ്മളെ രംഗൻ ചേട്ടനൊക്കെ ഇട്ട് കാണുന്ന ആ ഒരു മാലയില്ലേ, ആ ടൈപ്പ് മാലയാണ് കേട്ടോ. സോ ഇത് എത്ര ഗ്രാമാണ് വരുന്നത്? 40 ഗ്രാം. ഇതാണല്ലേ പവിഴം. ഇതാണ് പവിഴം, നമ്മളുടെ പവിഴം മാലയാണിത് കേട്ടോ. എത്ര ഗ്രാമാണ് ഇത് വരുന്നത്? ഇത് വരുന്നത് 20 ഗ്രാം 400 മില്ലി. 20 ഗ്രാമിൽ. ഇതിന് കുറച്ചാണെങ്കിലും കിട്ടുമല്ലോ അല്ലേ? ഇതിൽ കുറച്ച് കിട്ടും. ലെങ്ത് കുറയും തോറും അപ്പോൾ നമുക്ക് ഓക്കെ.
ഇനിയിപ്പോൾ ബാക്കിയുള്ള ഈ ഒരു കളക്ഷൻ കരിമണിമാലയുടെ തന്നെ ഒരു വെറൈറ്റിയാണ്. ഓക്കെ, ഇന്നത്തെ നമ്മളുടെ ഈ ഒരു സെറ്റും അതുപോലെ തന്നെ കുറച്ച് കളക്ഷൻസും ഒക്കെ നിങ്ങൾ പരിചയപ്പെട്ടില്ലേ? സോ എല്ലാവർക്കും നമ്മളുടെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പോച്ചയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഞാൻ സൈൻ ഓഫ് ചെയ്യാണ്. സോ യെസ്, ബൈ. ഹാപ്പി ലാൻഡ് വലിയ പെരുന്നാൾ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഞ്ജു ശ്രീകണ്ഠൻ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ UAE തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയിട്ടുള്ള സഫാരി ഹൈപ്പർ മാർക്കറ്റിലാണ്. ഇന്ന് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സുമായിട്ടാണ് നമ്മുടെ ഈ ഒരു പെരുന്നാൾ വിശേഷങ്ങൾ പങ്കിടാൻ പോകുന്നത്. അപ്പം തന്നെ നമ്മുടെ ഹാപ്പി ലാൻഡിൻ്റെ കുറച്ച് ഗിഫ്റ്റ് വൗച്ചേഴ്സ് നമ്മൾ അവർക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ വഴിയേ പറയാം. ഒപ്പം തന്നെ ഹാപ്പി ലാൻഡിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് വെഞ്ഞാറമൂടുള്ള ഹാപ്പി ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് നമ്മൾ ആ ഒരു ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കുകയാണ്. അത് എങ്ങനെയാണ് എന്തുകൊണ്ടെന്നൊക്കെയുള്ളത് നമുക്ക് വഴിയെ കണ്ടറിയാം. അതിലേക്ക് പോകാം. ഈദ് വിശേഷങ്ങൾ പങ്കിടാനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ഒരു ഫാമിലി എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് അവരെ പരിചയപ്പെട്ട് തുടങ്ങാം. ഹലോ. ഹലോ, പേരെന്താണ്? ദിൽഷാന. ദിൽഷാന. ഹായ്. മിഫ്ര. ഓക്കെ. എന്താണ്? മിഫ്ര. ഓക്കെ. ഫൈസാൻ. ഷബാന. അൻഫർ. നാട്ടിലെവിടെയാണ്? ആലപ്പുഴയിലാണ്. ഓക്കെ. ആലപ്പുഴയിൽ നിന്ന് ട്രിവാൻഡ്രം വരെ പോകുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഉടനെയാണ് നാട്ടിലേക്ക് പോകുന്നുണ്ടോ? നാട്ടിലേക്ക് പോകുന്നുണ്ടോ? ഓക്കെ. അപ്പം ഹാപ്പി ലാൻഡ് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. പോകാൻ താല്പര്യമുണ്ടോ? അങ്ങനെയുള്ള ആക്ടിവിറ്റി ഒക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഹാപ്പി ലാൻഡ് പ്രത്യേകത അറിയാലോ, കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് ഹാപ്പി ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ വിസിറ്റിലാണോ അതോ ഇവിടെ സ്ഥിരമായിട്ടാണോ? വിസിറ്റിലാണ്. ഇവർ ഇവിടെ റെസിഡന്റ് ആണോ? വിസിറ്റിൽ ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടല്ല. എങ്ങനെയുണ്ട് UAE? അടിപൊളിയാണ്. അപ്പോൾ ഇനി മെയിൻ ആയിട്ട് ഈദൊക്കെ വരാൻ പോകണം, ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഈദിന്റെ പർച്ചേസ് കാര്യങ്ങളൊക്കെ ആണോ? നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അല്ല, എന്താ സ്പെഷ്യൽ ആയിട്ട് ഈ ഒരു സെഷനിലാകുമ്പോഴത്തേക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ? പർച്ചേസ് നടക്കുന്നു. ഹൈപ്പർ മാർക്കറ്റിൽ പോയാൽ പിന്നെ ആ പർച്ചേസ് മൊത്തത്തിൽ എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഷാർജയിലാണോ താമസം? അപ്പൊ സഫാരിയിൽ എപ്പോഴും വരാറുണ്ട്? എപ്പോഴും വരാറുണ്ട്. എല്ലാം ഒരു കുടക്കീഴിൽ, അതാണല്ലേ സഫാരി. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ വന്നു. താഴെ നിന്ന് ഇങ്ങോട്ട് മുകളിലോട്ട് കയറിയതാണോ? അല്ലല്ല, ഓ, ഇവിടെ നിന്ന് താഴോട്ട് പോവാ എന്നുള്ളതാണ്. ഓക്കെ, എനിവേ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ആൻസർ പറയുകയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് പോവുകയാണെങ്കിൽ നന്നായിട്ട് അടിച്ചു പൊളിക്കാം, ഹാപ്പി ലാൻഡിൽ പോയി. ഇല്ലെങ്കിൽ ഫ്രണ്ട്സിന് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു നായയുടെ മുന്നിൽ കുറച്ച് ഇറച്ചി കഷ്ണം വെച്ചിട്ടുണ്ട്, മീൻ വെച്ചിട്ടുണ്ട്. നായയുടെ കണ്ണ് എവിടെയായിരിക്കും? ഇറച്ചിയിലോ? ഞാനത് ഓർത്തി പറയില്ല, വളരെ ഈസി ആയിട്ടുള്ള. രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു, രണ്ടുപേർക്കും കൊടുക്കാമല്ലേ? ഒത്തിരി സന്തോഷം പരിചയപ്പെട്ടതിൽ. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഈദ് കാര്യങ്ങളൊക്കെ അടിച്ചു പൊളിക്കുക. ഒപ്പം ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ മറക്കരുത്, എവിടെയാണ്? ഹാപ്പി ലാൻഡിലേക്ക് പോവാ. എത്ര പേരാണ് ഉള്ളത്? എത്ര കൂപ്പൺ വേണം? ഞങ്ങൾക്ക് കിട്ടുന്നിടത്തോളം എല്ലാവരെയും വിളിച്ചിട്ട് പോകാന്നുള്ളതാണ്. എത്ര പേര് ചെന്നാലും അവിടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസും അവിടെയുണ്ട്. ഒത്തിരി പുതിയ റൈഡ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും അപ്പോൾ ഞാൻ ആ കൂപ്പൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരികയാണ്. എനിക്കും അവന്. യെസ്, അപ്പോൾ ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ, ഹാപ്പി ലാൻഡ്. വലിയ പെരുന്നാൾ 2024 ഇന്നത്തെ ഒരു എപ്പിസോഡ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഹാപ്പി ലാൻഡ് പ്രസൻസ് വലിയ പെരുന്നാൾ 2024. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. Powered by Cubes International Group. Co-powered by Pochil Jewelry. Co-presents Ahilya School of Engineering and Technology. This program is brought to you by Happy Gold.